ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായം അർജുന വിഷാദ യോഗ. ആ അധ്യായത്തിലെ 30 ശ്ലോകങ്ങൾ വരെയാണ് കഴിഞ്ഞ ദിവസം വരെ നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് 31ാമത്തെ ശ്ലോകം നോക്കാം. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവാഹ ന ച ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജന ആഹവേ. അർത്ഥം നോക്കാം. നിമിത്താനി അർത്ഥം നിമിത്തങ്ങൾ, ച കൂടെ, പശ്യാമി ഞാൻ കാണുന്നു, വിപരീതാനി വിപരീതമായി, കേശവ അല്ലയോ കേശവ, ന ഇല്ല, ച കൂടെ, ശ്രേയോ നന്മ, അനുപശ്യാമി ഞാൻ കാണുന്നു, ഹത്വ കൊല്ലുക, സ്വജന സ്വജനത്തെ, ആഹവേ യുദ്ധത്തിൽ. ശ്ലോകാർത്ഥം നമുക്ക് നോക്കാം. അല്ലയോ കേശവ, നിമിത്തങ്ങൾ ഞാൻ വിപരീതമായിട്ട് കാണുന്നു, സ്വജനങ്ങളെ യുദ്ധത്തിൽ വധിച്ചിട്ട് അല്ലെങ്കിൽ കൊന്നിട്ട് ഒരു ശ്രേയസ്സും ഞാൻ കാണുന്നില്ല. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതായത് അർജുനൻ ഭഗവാനോട് പറയുകയാണ്, അല്ലയോ കേശവ, വിപരീതങ്ങളായ ശകുനങ്ങളും ഞാൻ കാണുന്നു. യുദ്ധത്തിൽ സ്വന്തം ആളുകളെ കൊല ചെയ്തിട്ട് ഉയർച്ചയുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് അർജുനൻ പറയുന്നത്. കേശി എന്ന അസുരനെ കൊന്നതുകൊണ്ടാണ് കൃഷ്ണന് കേശവൻ എന്ന പേരുണ്ടായത്. ഭഗവാൻ ശ്രീകൃഷ്ണന് ഒരുപാട് പേരുകളുണ്ട്. അതിലൊരു പേരാണ് എന്ത്? കേശവൻ. ഈ കേശവൻ എന്ന് ഭഗവാനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? കേശി എന്ന അസുരനെ വധിച്ചതുകൊണ്ടാണ് കൃഷ്ണന് കേശവൻ എന്ന പേരുണ്ടായത്. അങ്ങ് ലോക നന്മയ്ക്കായിട്ടാണ് കേശിയെ കൊന്നത്. പക്ഷേ ഞാൻ എന്തിനു സ്വജനങ്ങളെ കൊല്ലണം എന്ന് ഒരു പക്ഷേ അർജുനൻ ചിന്തിച്ചിട്ടുണ്ടാകാം. വാസ്തവത്തിൽ ധർമ്മരക്ഷയ്ക്കായി യുദ്ധത്തിനെത്തിയ അർജുനനുണ്ടായ കൃപയും വിഷാദവും മമതാമോഹജന്യമായ ദൗർബല്യമാണെന്ന് കാണിക്കാനാണ് ഇവിടെ സ്വജനം എന്ന പദം ആവർത്തിച്ചിരിക്കുന്നത്. അതായത് എൻ്റെ ജനം എന്ന് അർജുനനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അർജുനന് തൻ്റെ ആ ആളുകളോടുള്ള അമിതമായ സ്നേഹം, ശരിക്കും ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ന് അർജുനൻ ഒരു നിമിഷം മറന്നുപോയിരിക്കുന്നു. എൻ്റെ ജനം, എൻ്റെ ആളുകൾ, എൻ്റെ ബന്ധുക്കൾ എന്ന ഒരു തോന്നൽ, എൻ്റെ ഇങ്ങനെ ഒരു തോന്നൽ അർജുനന് മായയാൽ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ആളുകളെ എല്ലാവരെയും, അതായത് ബന്ധുക്കളെ എല്ലാവരെയും കണ്ടപ്പോൾ എൻ്റെ ജനം, സ്വജനം എന്ന് ആവർത്തിച്ചിരിക്കുന്നത്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് 32ാമത്തെ ശ്ലോകം നോക്കാം. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേന വാ. അർത്ഥം നോക്കാം. ന ഇല്ല, കാംക്ഷേ ആഗ്രഹം, വിജയം വിജയം, കൃഷ്ണ അല്ലയോ കൃഷ്ണ, ന ഇല്ല, ച കൂടെ, കിം എന്ത്, നോ നമുക്ക്, രാജ്യേന രാജ്യം കൊണ്ട്, ഗോവിന്ദ അല്ലയോ ഗോവിന്ദ, കിം എന്ത്, ഭോഗൈർ സുഖങ്ങൾ, ജീവിതേന അർത്ഥം ജീവിതം, വാ അർത്ഥം അല്ലെങ്കിൽ. ശ്ലോകാർത്ഥം നോക്കാം. അല്ലയോ കൃഷ്ണ, വിജയവും രാജ്യവും സുഖങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് രാജ്യം കൊണ്ട് എന്തു കാര്യം? ഹേ ഗോവിന്ദ, ഭോഗങ്ങൾ കൊണ്ടോ ജീവിതം കൊണ്ടു തന്നെയോ
എന്തു ഫലമാണ് ഉള്ളത്? ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അർജുനൻ വീണ്ടും ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ്, അല്ലയോ കൃഷ്ണ, യുദ്ധത്തിൽ ഞാൻ വിജയം ആഗ്രഹിക്കുന്നില്ല, രാജ്യവും സുഖങ്ങളും ഞാൻ കൊതിക്കുന്നില്ല. രാജ്യം കൊണ്ട് എന്തു ഫലം? സുഖങ്ങൾ കൊണ്ടോ ജീവിതം കൊണ്ടോ എന്തു ഫലമാണ് ലഭിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അർജുനൻ. 33-ാമത്തെ ശ്ലോകം നോക്കാം. യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗഃ സുഖാനി ച ത ഇമേ അവസ്ഥിത യുദ്ധേ പ്രാണാം സ്ഥൈക്ത്വ ധനാനി ച. ഇവിടെ യേഷാം എന്നുദ്ദേശിച്ചിരിക്കുന്നത് ആർക്കെല്ലാം എന്നാണ്. അർത്ഥേ വേണ്ടി, കാംക്ഷിതം ആഗ്രഹം, നോ നാം രാജ്യം രാജ്യം, ഭോഗഃ ഭോഗങ്ങൾ, സുഖാനി സുഖങ്ങൾ, ച കൂടെ, ത അവർ, ഇമേ ഈ, അവസ്ഥിത അവസ്ഥ, യുദ്ധേ യുദ്ധത്തിനായി, പ്രാണാം ജീവൻ, സ്ഥൈക്ത്വ അർത്ഥം ത്യജിച്ച് എന്നാണ് അർത്ഥം, ധനാനി ധനം, ച കൂടെ. ശ്ലോകാർത്ഥം ഇങ്ങനെയാണ്. ആർക്കെല്ലാം വേണ്ടിയാണോ രാജ്യവും ഭോഗങ്ങളും സുഖങ്ങളും നാം ആഗ്രഹിച്ചത്, അവരെല്ലാവരും പ്രാണനും ധനവും ഉപേക്ഷിച്ചുകൊണ്ട് യുദ്ധത്തിന് സന്നദ്ധരായി നിൽക്കുന്നു. കണ്ടോ, അർജുനൻ പറയുകയാണ്, ആർക്കു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യുദ്ധം ചെയ്യുന്നത്? അവരൊക്കെ ഇതെല്ലാം ത്യജിച്ചുകൊണ്ട് യുദ്ധത്തിന് തയ്യാറായി വന്നു നിൽക്കുന്നു എന്ന് പറയുകയാണ്. അതായത് അർജുനൻ ചിന്തിക്കുകയാണ്, ഇരുപക്ഷത്തുള്ളവരും ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ മരണപ്പെടും, രണ്ടു പക്ഷത്തുള്ളവരും നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെ. അങ്ങനെ നമുക്ക് പ്രിയപ്പെട്ടവരൊന്നും ഇല്ലാതെ ആ രാജ്യം കിട്ടിയിട്ട് എന്താണ് പ്രയോജനം എന്നാണ് ഇവിടെ അർജുനൻ ചിന്തിക്കുന്നത്. ആർക്കൊക്കെ വേണ്ടിയാണോ രാജ്യവും ഭോഗങ്ങളും സുഖങ്ങളും വേണ്ടതായി കരുതപ്പെടേണ്ടത്, അവരെല്ലാം പ്രാണനും ധനവും വെടിഞ്ഞ് യുദ്ധത്തിൽ അണിനിരന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് 34-ാമത്തെ ശ്ലോകം നോക്കാം. ആചാര്യ പിതരഃ പുത്രാഃ തഥൈവ ച പിതാമഹ മാതുലാഃ ശശ്വരഃ പൗത്രാ സ്യാലാഃ സംബന്ധിനസ്തതാഃ. ആരൊക്കെയാണ് യുദ്ധത്തിന് തയ്യാറായി വന്നു നിൽക്കുന്നത്? ആചാര്യന്മാർ, പുത്രൻ, പിതാമഹൻ ആരാണ്? ഭീഷ്മ പിതാമഹൻ. ച കൂടെ, മാതുലൻ ആരാണ്? അമ്മാവൻ. ശശ്വര എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ആരെയാണ്? ഫാദേഴ്സ് ഇൻ ലോ, അതായത് ഭാര്യമാരുടെ അച്ഛൻ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പൗത്രൻ ഗ്രാൻഡ് സൺസ്. സ്യാലാഹ സഹോദരി ഭർത്താക്കന്മാർ, ബ്രദേഴ്സ് ഇൻ ലോ. അതുപോലെ സംബന്ധിത എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ്സ്, ബന്ധുക്കൾ. തഥാ അതുപോലെ, മനസ്സിലായോ? അതായത് രണ്ടു സേനകളിലും ഇവരെയൊക്കെ കാണപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആചാര്യന്മാരെ കാണപ്പെടുന്നു, അതുപോലെ പുത്രന്മാരെ കാണപ്പെടുന്നു, പിതാക്കന്മാർ, അതുപോലെ മുത്തച്ഛന്മാർ, അമ്മാവന്മാർ, ഭാര്യയുടെ പിതാക്കന്മാർ, പുത്രന്മാരുടെ പുത്രന്മാർ, ഭാര്യാ സഹോദരന്മാർ, ഇങ്ങനെ പല വിധത്തിലുള്ള ബന്ധുക്കളും ഇവിടെ അണിനിരന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇവിടെ തനിക്ക് ബന്ധപ്പെട്ടവരെ പറ്റിയിട്ടാണ് അർജുനൻ എന്ത് ചെയ്തിരിക്കുന്നത്? വിഷമിച്ചിരിക്കുന്നത്. തൻ്റെ ബന്ധുക്കളെ പറ്റി ഓർത്ത് ഇവിടെ അർജുനൻ വിഷമിക്കുന്നു. ഈ ബന്ധുക്കളൊക്കെ മരണപ്പെട്ടിട്ട് അതിനുശേഷം ലഭിക്കുന്ന ഈ രാജ്യം കൊണ്ട് എന്തു പ്രയോജനം എന്നാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. അതിനുശേഷം അർജുനൻ ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ്. ആ തീരുമാനം നമുക്ക് അടുത്ത ദിവസം പഠിക്കാം.
ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുരുക്ഷേത്രത്തിൽ താൻ എത്തിയിരിക്കുന്നത് എന്നുള്ള ചിന്ത ഒരു നിമിഷം അർജുനൻ മറക്കുകയാണ്. അത് മറന്നിട്ട് എൻ്റെ എന്നുള്ള ചിന്ത അർജുനനെ പിടികൂടിയിരിക്കുന്നു. എനിക്ക് രാജ്യം ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള ചിന്ത അർജുനനെ കൂടുതൽ അലോസരപ്പെടുത്തുന്നു. പക്ഷേ ഭഗവാൻ വന്നിരിക്കുന്നത് എന്തിനാണ്? അർജുനന് രാജ്യം നേടിക്കൊടുക്കാനല്ല, ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് രണ്ടുപേരുടെയും ഉദ്ദേശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അർജുനൻ ചിന്തിക്കുന്നത് വളരെ ഇടുങ്ങിയ രീതിയിൽ, എനിക്കിങ്ങനെ യുദ്ധം ചെയ്തിട്ട് എൻ്റെ അമ്മാവന്മാരെയും ബന്ധുക്കളെയും ഒക്കെ വധിച്ചിട്ട് ആ രാജ്യം നേടിയിട്ട് എനിക്കെന്ത് പ്രയോജനമാണ്, എനിക്കതിൽ നിന്നും സുഖം ലഭിക്കുമോ എന്നുള്ള ചിന്ത അർജുനനെ അലട്ടുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ യുദ്ധം നടക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത എന്താണ്? ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും ദുഷ്ടശക്തികളെ ഇല്ലാതാക്കി ഭൂമിദേവിയുടെ സങ്കടം തീർത്തു കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് അവിടെ ഒരു യുദ്ധം നടക്കേണ്ടത്. ഭഗവാന്റെ ജന്മ ഉദ്ദേശവും അതുതന്നെയാണ്. ഭഗവാന്റെ ശ്രീകൃഷ്ണ അവതാരത്തിനു മുമ്പ് ഭൂമിദേവി ഒരു പശുക്കുട്ടിയുടെ രൂപത്തിൽ വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്ന കഥ നമ്മൾ ഭാഗവതത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഉദ്ദേശം എന്താണ്? ഭൂമിയുടെ ഭാരം കുറയ്ക്കുക, ധർമ്മം പുനഃസ്ഥാപിക്കുക, അസുരന്മാരുടെ നിഗ്രഹം, ഇതാണ് ഉദ്ദേശം. പക്ഷെ ആ ഉദ്ദേശം നടക്കണമെങ്കിൽ ഒരു യുദ്ധമുണ്ടാകണം. ആ യുദ്ധത്തിൽ ധാരാളം ജനങ്ങൾ കൊല്ലപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരു യുദ്ധം നടക്കുമ്പോൾ ദുഷ്ടന്മാർ മാത്രമല്ല മരിക്കുന്നത്, സാധാരണക്കാരായ ആളുകളും അതുപോലെ നിർദോഷികളുമൊക്കെ തന്നെ മരണപ്പെടാം. അത് പ്രകൃതി നിയമമാണ്. നമ്മൾ മഹാഭാരത യുദ്ധം ആ ഭാഗം വിശദമായി പഠിക്കുമ്പോൾ ഘടോത്കചൻ്റെ മരണം, അഭിമന്യുവിൻ്റെ മരണം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഘടോത്കചൻ്റെ മരണം നടക്കുന്ന സമയത്തും അഭിമന്യുവിൻ്റെ മരണം നടക്കുന്ന സമയത്തും അർജുനനെ വളരെ തന്ത്രപരമായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ യുദ്ധഭൂമിയിൽ നിന്നും മാറ്റുന്നതായി നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഇപ്രകാരം ചെയ്യുന്നത്? അത് അനിവാര്യമാണ്. ആ മരണങ്ങൾ നടക്കേണ്ടത് അനിവാര്യമാണ്. ഭഗവാൻ ഇതെല്ലാം അറിയാം. ഭഗവാൻ തന്നെയാണ് ഈ യുദ്ധം ചെയ്യുന്നത്. പക്ഷേ ചില ആളുകളെ കൊണ്ട് ഭഗവാൻ അത് ചെയ്യിപ്പിക്കുന്നു എന്ന് മാത്രം. അത് നമുക്ക് മുമ്പോട്ടുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. മഹാഭാരത യുദ്ധം വിശദമായി പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അതൊക്കെ നമുക്ക് പിന്നീട് ഒരവസരത്തിൽ വളരെ വിശദമായി പഠിക്കാം. അപ്പോൾ എൻ്റെ എന്നുള്ള മോഹം ഇവിടെ അർജുനനെ ബാധിച്ചിരിക്കുന്നു. അതിൻ്റെ ഫലമായി അർജുനൻ ചില തീരുമാനങ്ങളിലേക്ക് പോകുന്നു. അതാണ് അടുത്ത ദിവസം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് വിശദമായിട്ട് പഠിക്കാം. നിങ്ങൾ ആ ഭാഗത്തിനായി തയ്യാറെടുക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഒന്ന് പറയൂ. മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.